ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളിലൊക്കെ മൃഗബലി നടന്നിരുന്നു. ഒരു ചർച്ചാ വിഷയമാണ് അല്ലേ? അണുക്കളെ വെച്ച് മാരക അണുക്കൾ മ്യൂട്ടേറ്റ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള അണുക്കൾ തന്നെ അണുക്കളെ നശിപ്പിക്കും. നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി അണുക്കളെ വെച്ച് അണുക്കളെ കൊല്ലുന്ന ഒരു പ്രതിരോധ കാര്യമാണ് മൃഗബലി. ബലിയല്ല, അവിടെ കാല്, കോഴിയുടെയൊക്കെ കാല് ചെറിയ മുറിവേൽപ്പിച്ച് അതിൽ കൂടെ വരുന്ന ബ്ലഡൊക്കെ എടുത്ത് ഈ കോമരങ്ങള്, കൊടുങ്ങല്ലൂരൊക്കെ കണ്ടിട്ടില്ലയോ, കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ഞാൻ സ്വന്തം ശരീരത്തിൽ വെട്ടി മുറിവേൽപ്പിച്ചിട്ടാണ്. അപ്പൊ കോഴിയുടെ ബ്ലഡ് ആ ശരീരത്തിലേക്ക് കടന്നിട്ട് നമ്മുടെ രക്തത്തിലേക്ക് കടന്നിട്ട് അണുക്കളെ വെച്ച് അണുക്കളെ നശിപ്പിക്കുന്നതാണ്. ഇപ്പൊ കാമാഖ്യ ക്ഷേത്രത്തിലും ഒക്കെ മൃഗബലി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മൃഗങ്ങള്, എരുമയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ, അതിന്റെ തത്വം ഇത് തന്നെയാണ്. യൂട്രസിലേക്കൊക്കെ ഈ അണുക്കളെ കടന്നിട്ട് ആ ദോഷകരമായ അണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ചികിത്സാ പദ്ധതി കൂടിയാണ് ഈ മൃഗബലി. ബലിയല്ല, അവിടെ മൃഗങ്ങളുടെ ആ ബ്ലഡിൽ നിന്ന് വരുന്ന ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടത്തി വിട്ടിട്ട് കടന്നു കയറിയിട്ട് നശിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ തന്ത്ര ആയുർവേദ രീതിയും കൂടിയാണ്, തന്ത്ര ചികിത്സാ പദ്ധതി കൂടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിദേശത്തെ രാജ്യങ്ങളിലൊക്കെ ഇപ്പം ഭക്ഷണം, അതിന് ഇറച്ചി നല്ലതാണോ? പക്ഷെ മനുഷ്യരെല്ലാം ഇറച്ചി മനുഷ്യനെ ഇറച്ചി കൊള്ളില്ല, യഥാർത്ഥത്തിൽ അതാണ്. അപ്പൊ രോഗങ്ങൾ വരുമ്പോൾ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മാത്രം 2025 അമേരിക്കയിൽ മാത്രം മീറ്റ് കൺസംഷൻ പെർ പേഴ്സൺ 8% കുറഞ്ഞു. ആഹാരത്തില് മാംസം കുറയ്ക്കുന്നു എന്നാണ് തോന്നുന്നത്. ലോകം മീറ്റ് ഫുഡ്, അതായത് മാംസഭക്ഷണം ഉപേക്ഷിക്കുകയാണോ എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ആളില്ലാതെ വരുന്ന വകുപ്പാണ് മാംസത്തിന് വേണ്ടി മൃഗങ്ങളെ കൊന്നെടുക്കുന്നത്. ആളുകൾക്ക് മാംസഭക്ഷണത്തിനോടും ഇഷ്ടമില്ലാതെ വരികയാണോ? ഇത് നമുക്ക് നോക്കണം. അമേരിക്കയില് ഒരു മണിക്കൂറിൽ 4000 പശുക്കളെയാണ് ആഹാരത്തിന് വേണ്ടി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 94,000 പശുക്കളെയാണ് ഒരു ദിവസം കൊല്ലുന്നത്. പന്നികളെ ആണെങ്കിൽ 3.36 ലക്ഷം പന്നികളെയാണ് ഒരു ദിവസം കൊന്നെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓണത്തിന് 12 കറിയും 2-3 തരം പായസവും കൂടി ചോറുണ്ണുമ്പം അമേരിക്കയില് 12 മിനിറ്റ് കൊണ്ട് 12,000-ൽ പരം വലിയ മൃഗങ്ങളെ കൊന്നെടുക്കുക ഭക്ഷണത്തിന് വേണ്ടി. പക്ഷേ ആളുകൾ മുഴുവൻ, കോഴികളും താറാവുകളുടെയും കാര്യം ബാക്കി വേറെ. അപ്പം ഇപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മീറ്റിന്റെ ഉപയോഗം, മാംസത്തിന്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു ലോകത്തില്. അതാണ് ശ്രദ്ധിക്കേണ്ടുന്നത്.